ഇന്ത്യയുടെ ഗഗൻയാൻ മിഷന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ആക്സിയം 4 എന്ന് പറയുന്ന മിഷനിലേക്ക് ഇന്ത്യ കടക്കുകയായിരുന്നു. അതായത് സ്പേസ് എക്സിനോട് ചേർന്നിട്ടുള്ള മിഷൻ. അതിലിപ്പോൾ ഒരു ചെറിയ കാലതാമസം വരുന്നു എന്നാണ് അറിയുന്നത്. ചെറിയ എന്തോ തകരാറാണല്ലേ? അതെ, അതെ. അതായത് ഇന്ത്യ ആക്സിയം 4 എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്. അതുകൂടാതെ നാസയുണ്ട്, സ്പേസ് എക്സ് ഉണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്. ഇവരൊക്കെ ഈ ഒരു ദൗത്യത്തിൻ്റെ പങ്കാളികളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഈ ദൗത്യത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ സംഗതി. ഈ ശുഭാൻശു ശുക്ലയാണ് ഈ പേടകത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള അതിസങ്കീർണമായ പ്രവൃത്തികളിലൊക്കെ ചെയ്യുന്നത്. ഈ ബഹിരാകാശ പേടകം സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അതിന് മനുഷ്യ സഹായം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഡോക്കിങ് വളരെ നിർണായകമാണ്. അതിൽ ശുഭാൻശു ശുക്ല പങ്കാളിയാകുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ശുഭാൻശു ശുക്ല ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെയും നായകനാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ആ ദൗത്യത്തിലുണ്ട്, 4 പേര്. അപ്പോൾ നടി ലെനയുടെ ഭർത്താവാണ്. അതെ അതെ, ഒരു തലമൊട്ടയടിച്ചയാൾ. അപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പുള്ള ഒരു ഫൈനൽ ഡ്രസ് റിഹേഴ്സലായിട്ട് വേണം നമ്മൾ ഈ ഒരു ദൗത്യത്തെ കാണാൻ. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന അനുഭവ സമ്പത്ത് ശുഭാൻശു ശുക്ലയ്ക്ക് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ അതിനിർണായകമാണ്. കാരണം ഇന്ത്യ ആദ്യമായാണ് ഇത്തരത്തിലൊരു ബഹിരാകാശ ദൗത്യത്തിന് പുറപ്പെടുന്നത്. കാര്യം ഇന്ത്യ ഇതുവരെ ബഹിരാകാശത്ത്, അതായത് നമ്മുടെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന അത്ര വലിയൊരു ദൗത്യം ഏറ്റെടുത്തിട്ടില്ല. 41 വർഷം മുമ്പ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ISROയുടെ കൂടെ ആയിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കുക എന്നുള്ളത് അതിനിർണായകമാണ്. അതിനു മുൻപായി ഈ ചില പരിശോധനകളൊക്കെ നടത്തണമല്ലോ ഈ ബഹിരാകാശ വാഹനം സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിലൊരു 7 സെക്കൻഡ് നീളുന്ന പോസ്റ്റ് സ്റ്റാറ്റിക് ഫയർ ബൂസ്റ്റർ ഇൻസ്പെക്ഷൻ, അതായത് ഇതിൻ്റെ ജ്വലനവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ്. അത് പരിശോധന നടക്കുന്നതിനിടയിൽ ലിക്വിഡ് ഓക്സിജൻ ലീക്ക് കണ്ടെത്തി. അതായത് ഓക്സിജൻ ദ്രവരൂപത്തിലാണ് ഈ ബഹിരാകാശ വാഹനങ്ങളിൽ സൂക്ഷിക്കുക. വാതക രൂപത്തിലുള്ളതിനെയൊക്കെ ദ്രവരൂപത്തിൽ, നമ്മുടെ ഈ LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ അകത്ത് ദ്രാവരൂപത്തിലായിരിക്കുമല്ലോ, ആ ഒരു മാതൃകയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ലീക്ക് കണ്ടെത്തി. അപ്പോൾ അത് കാരണമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൗത്യം ഇപ്പോൾ മാറ്റിവെച്ചത്. നമുക്ക് നേരത്തെ അറിയാമല്ലോ, ബോയിങ് ദൗത്യത്തിൽ നമ്മുടെ സുനിത വില്യംസ് ഇതേപോലെ ഒരു വാതക ചോർച്ചയുടെ പേരിലാണ് അവർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത്. അപ്പോൾ അത്തരം ഒരു പിഴവ് ഡോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നില്ലേ? ഇതേപോലെ ഒരു വാതക ചോർച്ച കണ്ടെത്തി. അത് ബഹിരാകാശ വാഹനം സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് അവർ ആ ദൗത്യം അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ തന്നെ തുടരേണ്ടി വന്നത്. അപ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തി തുടക്കത്തിലെ തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ദൗത്യം കുറച്ചുകൂടി മാറ്റി വെച്ചേക്കുന്നത്. നിലവിൽ 3 തവണ ഇതിനോടകം ഈ ദൗത്യം മാറ്റിവെച്ചിരുന്നു. മൂന്നാമത്തെ തവണ, അതായത് കഴിഞ്ഞ ദിവസം ഈ ദൗത്യം മാറ്റിവെക്കാൻ കാരണം പ്രതികൂല കാലാവസ്ഥയെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 45% മഴയ്ക്കുള്ള സാധ്യതയും ശക്തമായ കാറ്റും ഉള്ളതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഈ ദൗത്യം മാറ്റിവെച്ചത്. എന്നാൽ ഇന്ന് ഈ ദൗത്യം നടക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഇന്ന് വൈകിട്ട് 5:30 ഇന്ത്യൻ സമയം 5:30 വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് 85% അനുകൂല കാലാവസ്ഥ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുവെന്നാണ് സ്പേസ് എക്സ് അവസാനമായിട്ട് ട്വീറ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് ഈ പരിശോധനയിൽ ഈ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ദൗത്യം മാറ്റിവെച്ചത്. ഇനി ചില കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇലോൺ മസ്കുമായിട്ട്, അതായത് ഈ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥൻ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ദൗത്യം ഇങ്ങനെ നീട്ടി വെക്കുന്നത് എന്നുള്ള ഒരു കിംവദന്തി പ്രചരിക്കുന്നുണ്ട്. കാര്യം നേരത്തെ ഇലോൺ മസ്ക് ഈ സ്പേസ് എക്സ് പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുന്ന തരത്തിലൊരു ഭീഷണി സ്വരത്തിൽ ഒരു ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സംഭവം ഇതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ ദൗത്യം ഉണ്ടാകും. അത് അല്പം വൈകിയാണെങ്കിലും പിഴവുകൾ പരിശോധിച്ച് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇനി ഈ ദൗത്യം ഒരു 14 ദിവസം നീളുന്ന ഒരു ദൗത്യമാണ് ഈ 4 സംഘം ചെയ്യുന്നത്. ശുഭാൻശു ശുക്ലയെ കൂടാതെ മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, അദ്ദേഹം അമേരിക്കൻ സ്വദേശിയാണ്. ഹംഗറി സ്വദേശിയായ ടിബോർ കബു ഉണ്ട്. പോളണ്ട് സ്വദേശിയായ സ്ലൊവോഷ് വിൻസ്കിയേവ്സ്കി. ഇത്രയും പേരാണ് ഈ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. 28 മണിക്കൂർ യാത്ര ചെയ്താണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുക. 28 മണിക്കൂറേ ഉള്ളല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഓരോ സെക്കൻഡും അത് നിർണായകമാണ്. ഒരു വിമാനത്തിൻ്റെ 10-15 മടങ്ങ് വേഗതയിലായിരിക്കും ഒരു ബഹിരാകാശ വാഹനം സഞ്ചരിക്കുക. അപ്പോൾ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ അതിജീവിക്കുക എന്ന് തന്നെ പറയണം. അതിനിർണായകമായ കുറേ ഘട്ടങ്ങൾ
അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ പര്യാപ്തമാകുന്ന തരത്തിൽ കഠിനമായ പരിശീലനം തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടാണ് ഇവർ ഈ ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഈ ശുഭാൻശു ശുക്ല എന്നുള്ളത് ഒന്ന് നോക്കാം. കാര്യം ഇദ്ദേഹം ഒരു ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇദ്ദേഹം ബിരുദ പഠനത്തിന് ശേഷം ഡിഫൻസ് അക്കാദമിയിൽ ചേരുകയും പിന്നീട് വിമാനം പറത്തലാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് ഏവിയേഷൻ അക്കാദമിയിലോട്ട് വരികയും പിന്നീട് വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്ത ആളാണ് ശുഭാൻശു ശുക്ല. പിന്നീട് 2019 ഇദ്ദേഹം വിംഗ് കമാൻഡറായി സ്ഥാനക്കയറ്റം കിട്ടി. വിവിധ യുദ്ധവിമാനങ്ങൾ മിഗ് മിറാഷ് അടക്കമുള്ള വിവിധ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 2000 മണിക്കൂറിലധികം പറത്തിയ അനുഭവ സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചപ്പോൾ ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഗഗൻയാൻ ദൗത്യത്തിൽ, അതായത് ബഹിരാകാശ യാത്രയ്ക്ക് സജ്ജരാണ് അല്ലെങ്കിൽ സന്നദ്ധരാണെന്ന് അറിയിപ്പുമായി ISRO സമീപിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഈ ശുഭാൻശു ശുക്ല. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനും അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഇവർ ഇതിനോടകം തന്നെ കഠിനമായ പരിശീലനം എല്ലാം പൂർത്തിയാക്കി വരികയാണ്. അപ്പോൾ അതിന് ഇടയിലാണ് ഈ ആക്സിയം 4ൻ്റെ ഭാഗമാകാൻ ശുഭാൻശു ശുക്ലയ്ക്ക് അവസരം കിട്ടുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ഗ്രൂപ്പ് കമാൻഡർ. അതായത് ഈ ദൗത്യം നിയന്ത്രിക്കുന്നത് തന്നെ ശുഭാൻശു ശുക്ലയാണ്. ഈ ഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകുന്നത് ഇവിടുന്ന് കിട്ടുന്ന അനുഭവ സമ്പത്ത് നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന് പ്രയോജനപ്പെടും. കാരണം ഈ ഗഗൻയാൻ ദൗത്യം മാത്രമല്ല, ഇന്ത്യ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. 2040 ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ പറ്റുമോ എന്ന് ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്വന്തമായൊരു ബഹിരാകാശ നിലയം പണിയണം എന്നുള്ള ഒരു ചിന്തയും ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് ചെറിയ ചുവട് വയ്ക്കാൻ ഇപ്പോൾ ശുഭാൻശു ശുക്ലയുടെ ഈ യാത്ര വിജയകരമാകേണ്ടത് രാജ്യം ഉറ്റുനോക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിലേക്കുള്ള കാത്തിരിപ്പ് കുറച്ച് നീളും എന്നേ ഉള്ളൂ, പക്ഷേ അത് നടക്കുക തന്നെ ചെയ്യും. അതായത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. നമ്മുടെ മൂൺ മിഷൻ, അതായത് ചന്ദ്രയാനൊക്കെ തന്നെ നമ്മൾ അതേ ആവേശത്തോടു കൂടി കണ്ടിരുന്നതാണ്. കാരണം നമുക്ക് ഇത്രയും ഒരു ആവേശം നൽകിയ ഒരു സംഭവം വേറെ ഇല്ലായിരുന്നു. ഓർമ്മയില്ല, TV-യിൽ നമ്മൾ ആ മൂൺ മിഷൻ, 1ാം ചന്ദ്രയാനും അതുപോലെ തന്നെ 2ാമത്തെ മിഷനും എല്ലാം നമ്മൾ അത്രയേറെ സ്വപ്നങ്ങളോടുകൂടി കണ്ടുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇത് ബഹിരാകാശത്തേക്ക് നമ്മുടെ ആൾക്കാരെ കയറ്റി അയക്കും. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ പേടകത്തിൽ നമ്മുടെ സ്വന്തമായ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ അയക്കുന്ന ഒരു കാലഘട്ടത്തിനെ ഒന്ന് ചിന്തിച്ച് നോക്കി. എത്രത്തോളം സമ്പന്നമായിരിക്കും അന്ന് ഇന്ത്യ, എത്രത്തോളം അഭിമാനമായിരിക്കും നമുക്കപ്പോൾ ഉണ്ടാകുക. ചിലപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ളവർ, നമ്മുടെ പരിചയക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിലുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിലേക്കൊരു അഭിമാന നേട്ടത്തിലേക്ക് ഇന്ത്യക്ക് സ്വാഭാവികമായി എത്താൻ കഴിയും. കാരണം അതിനൊരു അടിസ്ഥാന ശില ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ എല്ലാം ചേർന്ന് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ അവരോടെല്ലാം എത്രയോ ആൾക്കാർ ത്യാഗം സഹിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒപ്പം നിന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബഹിരാകാശ മിഷനുകളിൽ, അതായത് ഈ പറയുന്ന നമ്മുടെ ഈ ബഹിരാകാശ ഉപഗ്രഹങ്ങൾ അയക്കുന്നതിൽ ലോകത്തിലെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ അയക്കുന്നതിൽ നമ്പർ 1 ആയിരിക്കുന്നത്. അതിന് മറ്റ് രാജ്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത്, അതിൻ്റെ വിജയശതമാനം വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത്, ആർക്കും മറികടക്കാനാകാത്ത നേട്ടങ്ങൾ ഇന്ത്യ കൈവരിക്കുന്നതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു ചുവട് പിടിച്ചു തന്നെ ഇന്ത്യക്ക് വലിയ പുരോഗതി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.